അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയോതുമ്പോ മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പേരക്കുട്ടി അലി തങ്ങളുടെ മകൻ ഹസൻ എന്നവര് 4 വയസ്സുള്ള സമയം മിമ്പർ നബി തങ്ങളുടെ ഖുതുബയോതുന്ന പള്ളിയിലേക്ക് കയറി വരുന്നു. വലിയൊരു കുപ്പായിട്ടിട്ടാ വന്നത്. ചെറിയ കുട്ടിക്ക് വലിയ കുപ്പായിട്ടെടുത്ത എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ആ കുട്ടി ഹസൻ എന്നവരെ കന്തുറയിൽ ആ കമീസിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ വീഴുകയാണ്. നടക്കുന്ന നേരത്ത് വസ്ത്രത്തിൽ ചവിട്ടി വീഴാണ്. നല്ല നീളം കൂടുതലുള്ള ഒരു വസ്ത്രമാണെന്ന് ധരിച്ചത്. ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ നടന്നു വരുമ്പോ ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് കാണുകയാണ്. ഹബീബിന്റെ മിമ്പറെ ലക്ഷ്യമാക്കി വല്ലിപ്പയെ കാണാനാണ് ആ കുഞ്ഞിങ്ങനെ നടന്നു വരുന്നത്. നടക്കുന്നു, വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കും, 2 അടി വെക്കുമ്പോ വീണ്ടും വീഴുന്നു. വസ്ത്രത്തിൽ ചവിട്ടിയിട്ട് അതൊന്ന് പൊക്കിപ്പിടിച്ച് ഓടി വരാനുള്ള തന്റെ ഇടവും ആയിട്ടില്ല. ഹസൻ എന്നവരിങ്ങനെ വീണിട്ടും എഴുന്നേറ്റിട്ടും വരുമ്പോഴാണ് മിമ്പറിൽ നിന്ന് ഖുതുബ നിർത്തിവെച്ചിട്ട് നബി തങ്ങൾ ഇറങ്ങി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ എന്നവരെ വാരിയെടുത്തു, കയ്യിലെടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെയും പിടിച്ചിട്ട് മിമ്പറിലേക്ക് കയറി ചെന്നു. നാട്ടിലൊക്കെ ഒരു ഉസ്താദ് ചെയ്താൽ പിരിച്ചുവിടും. പിന്നെ അല്ലെ ഖതീബ് ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ മുത്തുനബി തങ്ങൾ ആ കുഞ്ഞിനെയും വാരിയെടുത്തിട്ട് മിമ്പറിൽ കയറിയിട്ട് പറയുകയാണ്, അല്ലാഹു ആണ് പറയുന്നത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ കുട്ടി സയ്യിദാണ്, എന്റെ ഈ കുട്ടി നേതാവാണ്. വസയുസ്ലിഹുല്ലാഹു ബിഹി ബൈന ഫിഅതൈനി തഖ്തതിലാനി മിനൽ മുസ്ലിമീൻ, എന്റെ ഈ കുഞ്ഞ് നേതാവാണ്. ഈ കുഞ്ഞ് മുസ്ലിമീങ്ങളിൽ തമ്മിലടിക്കുന്ന 2 വിഭാഗത്തിനിടയിൽ മസ്ലഹത്തുണ്ടാക്കാൻ കാരണമാക്കുന്ന മോനാണ് എന്റെ മോൻ. എന്റെ മോൻ കാരണം തമ്മിലടിക്കുന്ന 2 വിഭാഗം മുസ്ലിമീങ്ങൾ ഒന്നിക്കാൻ കാരണമാവുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ കുഞ്ഞിനെ നോക്കി പറഞ്ഞു എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബക്കിടയിലാണ് ഇത് ചെയ്തത്. ആ കുഞ്ഞിന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് വീഴുന്ന വീഴ്ച കാണാൻ കഴിയാതെ ഒരു കുഞ്ഞിനോടുള്ള കരുണയും സ്നേഹവും വാത്സല്യവും കൊണ്ട് ഇറങ്ങിച്ചെന്ന് വാരിയെടുത്തു വന്ന നബിതങ്ങൾ. ഹബീബിന്റെ മോൻ ഹുസൈൻ ഇബ്നു അലി, നബിതങ്ങളുടെ മോള് ഫാത്തിമ ബീവിയുടെ മോനും ഹസൻ എന്നവരുടെ സഹോദരനുമായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മഹാനായ നബിതങ്ങൾ ഖുതുബയോദാൻ കയറി നിന്നിരുന്ന മിമ്പറിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലം, നബിതങ്ങൾ വഫാത്തായ 3ാമത്തെ കൊല്ലം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ സിദ്ദീഖ് എന്നവരുടെ വഫാത്തിന്റെ ശേഷം മദീനത്തെ പള്ളിയിൽ ഖുതുബയോദാൻ മിമ്പറിലേക്ക് കയറി വരുമ്പോൾ ഓടി വരുന്നു ഹുസൈൻ ഇബ്നു അലി എന്ന ചെറിയ പ്രായമുള്ള 4-5 വയസ്സ് പ്രായമുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഉമർ എന്നവരോട് പറയുകയാണ്, ഇൻസിൽ മിൻ അലാ മിമ്പരി ജദ്ദി, എന്റെ വല്ലിപ്പായുടെ മിമ്പറിൽ നിന്ന് ഇറങ്ങൂ ഉമറേ. ഇൻസിൽ മിൻ അലാ മിമ്പരി ജദ്ദി, എന്റെ വല്ലിപ്പ നിന്ന മിമ്പറിൽ, ഇത് വല്ലിപ്പാന്റെ മിമ്പറാണ് ഉമറേ, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, ഇത് എന്റെ വല്ലിപ്പായുടേതാണ്, ഇറങ്ങൂ 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 എന്ന് ഉമർ എന്നവരെ ഖുതുബയോതുമ്പോൾ മഹാനായ ഉമർ എന്നവരെ നോക്കി പറഞ്ഞ ഹുസൈൻ ഇബ്നു അലി എന്ന ചെറുപ്പക്കാരനായ കൊച്ചുകുട്ടി ഉമർ എന്നവർ താഴെ ഇറങ്ങി. ഫബകാ, പൊട്ടിക്കരഞ്ഞു ഉമർ എന്നവരെ. വഅബ്കാ, ആ കരച്ചിൽ കണ്ടപ്പോ സദസ്സിലുള്ള മുഴുവൻ ആളുകളും കരഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, സ്വദഖത ഹുസൈനേ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. വഹൽ അംബതല്ലാഹു അശ്ശഅറ ഫീ റൂസിനാ ഇല്ലാ ബിഫദ്ലില്ലാഹ് ثم برسالتكم. മോനെ മോനെ, നിന്റെ ഉപ്പയുടെ നിന്റെ വല്ലിപ്പയുടെ മിമ്പറാണിത്. എനിക്കറിയാം മോനെ, നിങ്ങളെ കുടുംബമില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ വല്ലിപ്പ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എന്തുണ്ട് മോനെ, ഞങ്ങൾ എന്താകുമായിരുന്നു. എന്റെ വല്ലിപ്പയുടെ മിമ്പറാണ് മോനെ ഇത്. ഉമറിന് സമ്മതം തന്നാൽ ഉമർ കയറി നിൽക്കാം. ഒരു കുഞ്ഞ് പറഞ്ഞപ്പോൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ പേരക്കുട്ടിയാണത്. ആ കുഞ്ഞിനെ അനുനയിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ടാണ് പിന്നെ ഉമർ എന്നവർ മിമ്പറിലേക്ക് തിരിച്ചു കയറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുഹുമാ, ഈ 2 മക്കളോട് എനിക്ക് സ്നേഹമാണ്.
ഫഅഹിബ്ബ മൻ യുഹിബ്ബുഹുമാ, എന്റെ ഹസനെയും ഹുസൈനെയും സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണമേ എന്ന് കൊച്ചുമക്കളോട് സ്നേഹം കാണിക്കാൻ പഠിപ്പിച്ചു പോയ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനുണ്ട്, അലി ഇബ്നുൽ ഹുസൈൻ. ഹുസൈൻ എന്നവരുടെ മകന്റെ പേര് അലി എന്നാണ്, വാപ്പയുടെ പേരാണ്. അലി എന്നവരാണ് ഹുസൈൻ എന്നവരുടെ വാപ്പ. അലി ഇബ്നു അബീ ത്വാലിബ് എന്നവര്. ഹുസൈൻ എന്നവർക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോ ആ കുഞ്ഞിനിട്ട പേര് അലി എന്നാണ്. അപ്പോ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി ഇബ്നു അബീ ത്വാലിബ്, അങ്ങനെ ഒരു മോനുണ്ട്. ഹുസൈൻ എന്നവർക്ക് അലി എന്ന് പറഞ്ഞ മോനുണ്ട്. ആ മോനെ സംബന്ധിച്ചാണ് കവിതകളിൽ കാണുന്നത്. ആദല്ലദീ തഅരിഫുൽ ബൈദാഉ വതുഅതുഹു വതുഅതഹു വൽബൈതു യഅരിഫുഹു വൽഹില്ലു വൽഹറമു. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് രാജാവ് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നപ്പോ രാജാവായിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഹറമിലൊക്കെ കാണുമ്പോ എത്ര വലിയ വലിയ ഡിപ്ലോമാറ്റുകൾ മുസ്ലിമീങ്ങളായ ആളുകൾ ഹജ്ജിന് വരും, അവിടെ ആരും മൈൻഡ് ചെയ്യില്ല. ആരെയാ മൈൻഡ് ചെയ്യുക? മഹാന്മാരായ ഔലിയാക്കന്മാർ, സജ്ജനങ്ങളായ ആളുകൾ, വലിയ വലിയ ആലിമീങ്ങളൊക്കെ വരുമ്പോ ആളുകൾ ചുറ്റും കൂടും, അവരോട് ദുആരപ്പിക്കാൻ, അവരുടെ കൈപിടിച്ച് മുത്താൻ, അവരോടൊന്ന് വസിയത്ത് ചെയ്യാൻ. മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ എന്ന ഈ ഹുസൈൻ എന്നവരുടെ കുട്ടി മഹാനവറുകൾ ഹറമിലേക്ക് തവാഫ് ചെയ്യാൻ വന്നപ്പോ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന് കിട്ടാത്തൊരു സ്വീകാര്യത ഈ നബിതങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദായ തങ്ങളായ മോനെ നാട്ടുകാർ മുഴുവനും അങ്ങ് വളഞ്ഞിട്ട് സ്നേഹത്തോടെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് ചോദിച്ചു, ഇതാരാണ് എന്ന് ചോദിച്ചപ്പോ അവിടെയുണ്ടായിരുന്ന ഫറസ്ദഖാണ് പറഞ്ഞത്. ഫഖാലൽ ഫറസ്ദഖു, ഫറസ്ദഖാണ് പറഞ്ഞത്, ഹാദല്ലദീ തഅരിഫുൽ ബൈദാഉ വതുഅതഹു വൽബൈതു യഅരിഫുഹു വൽഹില്ലു വൽഹറമു. ഹാദ ബിനു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി. ഹാദ അത്തഖിയ്യുൻ നഖിയ്യുത് ത്വാഹിറുൽ അലമു. هذا ابن فاطمة إن كنت جاهله بجده أنبياء الله قد ختموا. يغضي حياء ويغضى من مهابته فما يكلم إلا حين يبتسم. വഖാറുണ്ടായിരുന്ന, ഇൽമുണ്ടായിരുന്ന ഉന്നത ശ്രേഷ്ഠനായ മുത്തുനബിയുടെ പേരക്കിടാങ്ങളിൽ പേരക്കുട്ടിയുടെ മകനായ അലി ഇബ്നുൽ ഹുസൈനാണിത്. ഹിശാമേ, മരുഭൂമിയുടെ കല്ലുകൾക്കറിയാം ഈ സയ്യിദായ കുട്ടി ആരാണെന്ന്. നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ലേ? ഹില്ലിനും ഹറമിനും അറിയാം, മക്കയ്ക്കും മദീനക്കും അറിയാം, ഇത് രണ്ടുമല്ലാത്ത രാജ്യങ്ങൾക്കും അറിയാം. ഇത് ഹബീബിന്റെ പരമ്പരയിൽ വന്ന തങ്ങളാണ്, സയ്യിദാണെന്ന്. ഹിശാമേ, നിനക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് അന്നത്തെ പ്രഗത്ഭനായ കവി ഫറസ്ദഖ് പാടിക്കൊടുക്കുകയാണ്. ഇത് ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായിരുന്നു അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവൻ ഇൽമും തഖ്വയും പഠിച്ചത് തന്റെ വാപ്പയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഹുസൈൻ എന്നവരോ 5 വയസ്സുള്ളപ്പോൾ ഹബീബിന്റെ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. 5 വയസ്സുള്ളപ്പോൾ ഹദീസിന്റെ റിവായത്തുകൾ ഹദീസ് ഉദ്ധരിച്ചു കൊടുത്തിട്ടുണ്ട്. വല്ലിപ്പയിൽ നിന്ന് കേട്ടുപഠിച്ച ഹദീസുകൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രാഗൽഭ്യമുണ്ടായിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു 5 വയസ്സിൽ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഈ മക്കളെ എങ്ങനെയാണ് കണ്ടത്? ആ മക്കളെ എത്ര സ്നേഹത്തോടെയാണ് ഹബീബായ നബി തങ്ങൾ അവരോട് പെരുമാറാൻ പറഞ്ഞത്? നമ്മുടെ മക്കളോടും ഈ ഉമ്മത്തിന്റെ ചെറുതലമുറയോട് നബി തങ്ങൾ പറയുമായിരുന്നു, അലൈക്കും ഊസീകും ബിശ്ശബാബി ഖൈറാ. ചെറുപ്പക്കാരോട് നിങ്ങൾ നന്നായി പെരുമാറണമേ. യുവാക്കളോട് നബി തങ്ങൾ മുതിർന്നവരോട് പറയുകയാണ്, മുതിർന്ന ആളുകളോട്, കാരണവന്മാരോട് വേണ്ടി ദുആ ചെയ്യണം. അവരെ വെറുത്തിട്ട് തള്ളിക്കളയല്ലേ. അവർ മുത്തുനബിയുടെ കൂടെ നിന്നവരാണ്. അന്ന് മുതിർന്നവർ മുഴുവനും ഹബീബിനെതിരായിരുന്നു. بعثت بالحنيفية السمحة فحالفني الشباب وخالفني الشيوخ.
പ്രായമുള്ളവർ എതിരായിരുന്നപ്പോ എന്റെ കൂടെ നിന്ന് ജീവൻ തന്നത് അന്നത്തെ ചെറുപ്പക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് മക്കളെ കാണാൻ പഠിപ്പിച്ചത്. വെറുപ്പോടുകൂടെയല്ല, ദേഷ്യത്തോടുകൂടെയല്ല, നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ. മുത്തനബിയുടെ മുമ്പിൽ അറാബികൾപ്പെട്ട ബനൂ തമീം ഗോത്രക്കാര് കടന്നു വരുന്നു. ബനൂ തമീമുകാർ മിൻ അഹ്ലിൽ ബാദിയ, ഗ്രാമപ്രദേശത്തുള്ള ആളുകളാണ്. അവരൊക്കെ ഇടി എന്നല്ലാതെ സ്നേഹമോ ഉമ്മവക്കലോ നല്ല വർത്തമാനം പറയലോ ഇതൊന്നും അവർക്കറിയില്ല. യുദ്ധം, അടിപിടി, ഇതിനവർ റെഡിയാണ്. 10 മക്കളുള്ള ഒരാൾ അക്കൂട്ടത്തിലുണ്ട്. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. ആമുൽ വഫൂദ്, വഫദുകളുടെ കാലം ഹിജറ 8-ലും 9-ലും 10-ലും മുത്തനബിയുടെ മുമ്പിലേക്ക് 40ഓളം വഫദുകൾ, ഓരോരോ വലിയ വലിയ തറവാടുകളുടെ പ്രതിനിധികൾ ഹബീബിനെ കാണാൻ വന്ന കാലം, ആമുൽ വഫൂദ് എന്ന് പറയുന്ന കാലം. ബനൂ തമീമുകാർ നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നു. നബി തങ്ങളുടെ മുമ്പിൽ ഹസൻ ഹുസൈൻ എന്നവരെ, നബിയുടെ മക്കളെ നബി തങ്ങൾ സ്നേഹിക്കുന്നതും ഉമ്മ വെക്കുന്നതും കണ്ടിട്ട് ഇവർക്ക് വലിയ അത്ഭുതം. ഇവർക്ക് ഗ്രാമപ്രദേശങ്ങളിൽ യുദ്ധമാണ്. 2 വർത്താനം പറഞ്ഞ മൂന്നാമത്തേത് വെട്ടാണ്, വെട്ടും കൊലയുമാണ്. അല്ലാഹുവേ, അപ്പൊ അവരെ നബിയുടെ മുമ്പിൽ വരുന്നത്, അവർക്ക് മരുഭൂമി അറിയുള്ളൂ, ഒട്ടകമേ അറിയുള്ളൂ, മരുഭൂമിയിൽ കാണുന്ന നായകളെ അറിയുള്ളൂ. അവരുമായി കൂടെ ജീവിക്കുന്ന ഒരുതരം സ്വഭാവം, പ്രകൃതവും പരുഷമായ പെരുമാറ്റവും. ഇതാണ് അഹ്ലുൽ ബാദിയ. അതിന്റെ നല്ല രസകരമായൊരു ഉദാഹരണമുണ്ട്. അലി ഇബ്നുൽ ജഹം എന്ന് പറയുന്ന ഒരു കവിയെ പറ്റി നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അലി ഇബ്നുൽ ജഹം, അദ്ദേഹം ബഗ്ദാദിലേക്ക് വരുന്നു. ബഗ്ദാദിലേക്ക് വരുമ്പോ അന്നത്തെ ഖലീഫയെ പുകഴ്ത്തി പറഞ്ഞാൽ അദ്ദേഹം കുറെ പൈസ കൊടുക്കും. മുഖസ്തുതി പറഞ്ഞാൽ കാശ് കിട്ടുന്ന കാലാണത്. അന്നത്തെ കവികളൊക്കെ ജീവിച്ചത് അങ്ങനെയാണ്. ഇദ്ദേഹം നാട്ടും പുറത്തുനിന്ന് വരെ അലി ഇബ്നുൽ ജഹം ഖലീഫയെ അദ്ദേഹം പുകഴ്ത്തി പറയാൻ പോവാൻ. أنت كالكلب في حفاظ الود، أنت كالكلب في حفاظ الود وكالتيس في قراع الخطوب. ഒരു രാജസദസ്സിൽ രാജാവിനെ പുകഴ്ത്തുകയാണ്. നിങ്ങൾ നായയെ പോലെയാണ് സ്നേഹത്തിന്റെ വിഷയത്തിൽ. സുബ്ഹാനല്ലാഹ്. ഒട്ടകത്തെ പോലെയാണ് പ്രയാസം സഹിക്കാൻ കഴിയുന്ന വിഷയത്തിൽ. മന്ത്രിമാര് മുഴുവൻ എഴുന്നേറ്റില്ലേ? ഒരു ഖലീഫയെ പുകഴ്ത്തി പറയുന്ന വാക്ക നായെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. ഖലീഫ അവരൊക്കെ അടിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഖലീഫയെ അപമാനിച്ചു. കുറെ ശിങ്കിടികൾ ഉണ്ടാവുമല്ലോ, അവരാണല്ലോ മുമ്പോട്ട് ഇറങ്ങുക. ഞങ്ങൾ അപമാനിച്ചു, മറുപടി കൊടുക്കണം. ഖലീഫ പറഞ്ഞു, ദഅൂ അലി ഇബ്നുൽ ജഹം, 2 ആഴ്ച നമ്മുടെ ബഗ്ദാദിന്റെ കൊട്ടാരം, ടൈഗ്രീസ് നദിയുടെ അരികത്തുള്ള പൂന്തോപ്പിന്റെ നടുവിലുള്ള കൊട്ടാരത്തിൽ 2 ആഴ്ച അതിലേറെയും അലി ഇബ്നുൽ ജഹം പാർക്കട്ടെ. 1 മാസത്തിലേറെ അദ്ദേഹം അവിടെ പാർത്തു. നോക്കുമ്പോ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സുഖങ്ങൾ. രാജാവിന്റെ കൊട്ടാരമാണ്. അവിടെ മാൻപേടകൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നു. അരയന്നം നീന്തിത്തുടിക്കുന്ന കൊച്ചു കൊച്ചു കുളങ്ങൾ. അപ്പുറത്ത് ദിജ്ല നദിയാണ് ഒഴുകുന്നത്. മനോഹരമായ പൂക്കളുള്ള മലർവാടിയാണ് ചുറ്റും. പഴങ്ങളുടെയും സുഗന്ധത്തിന്റെയും പരിമളമുള്ള പൂന്തോപ്പിന്റെ നടുവിൽ. ഇതൊന്നും അലി ഇബ്നുൽ ജഹം ചിന്തിക്കാൻ കഴിയില്ല. പാറയിൽ വിരിപ്പ് വിരിച്ച് കടന്നുറങ്ങിയ മനുഷ്യനാണ് ഈ കൊട്ടാരത്തിന്റെ അകത്ത്, ബഗ്ദാദിന്റെ കൊട്ടാരത്തിൽ. 1 മാസം കഴിഞ്ഞിട്ട് വിളിച്ചു അലി ഇബ്നുൽ ജഹം, ഇനി പാട് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പാടി. ആ പാട്ട് ഇങ്ങനെയായിരുന്നു: ഉയൂനുൽ മഹാ ബൈനർ റസാഫാതി വൽ ജിസ്രി, ഉയൂനുൽ മഹാ ബൈനർ റസാഫാതി വൽ ജിസ്രി, ജുബിൽനൽ ഹവാ മിൻ ഹൈതു അദ്രി വലാ അദ്രി. രാജാവിന്റെ കണ്ണുകൾ കാണുമ്പോൾ മാൻപേടകളുടെ നല്ല മനോഹരമായ കണ്ണുകളെ പോലെ. നായാന്ന് ആദ്യം പറഞ്ഞ ആളിപ്പോ മാൻപേടയായി, പിന്നെ അരയന്നമായി, പിന്നെ ഒഴുകുന്ന വെള്ളമായി, മലർവാടിയുടെ പൂക്കളായി, പിന്നെ അദ്ദേഹത്തിന്റെ ഉപമകൾ. മനോഹരമായ പാട്ടുപാടി, ഒരുപാട് കാശ് കിട്ടിയെന്ന. അപ്പൊ എന്തേ ഇപ്പോഴാണ് ഇയാൾ ഈ ലോകം കാണുന്നത്. പുറം ലോകം കാണാത്ത ആളുകളുടെ ഡയലോഗ് നമുക്ക് വേഗം മനസ്സിലാവും. ഒരു ഇട്ടാവട്ടത്ത് മാത്രമാണ്, അതിനപ്പുറം ഒന്നും ചിന്തിക്കാത്ത ആളുകൾ, അതിനപ്പുറത്തേക്ക് ലോകം കണ്ടിട്ടില്ലാത്ത ആളുകൾ. അവരെ നമ്മൾ കുറ്റം പറയണ്ട, അവരതേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് അവരങ്ങനെ വിളിച്ചു പറയുന്നു.
അലി ഇബ്നു ജഹം ആദ്യം നായെ പോലെയാണ് രാജാവ്, അല്ലെങ്കിൽ ഒട്ടകത്തെ പോലെ എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ പറയുന്നത് മാൻപേട ഉയൂനുൽ മഹാ. മഹാ എന്ന് പറഞ്ഞത് പെൺകുട്ടികൾക്കൊക്കെ പേരിടുന്ന നല്ല പേരാണ്. ഉസ്താദുമാരോടൊക്കെ പേര് വെച്ചിട്ട് കുഴങ്ങുണ്ടാവും ചിലപ്പോ. അൽ മഹ, നല്ല മാൻപേടക്കാണ് മഹാ എന്ന് പറയാം. അൽ മഹ, നല്ല മാൻപേടയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വളരുന്ന, ഇതിലൊരു ഹിക്മത്തുണ്ട് ഈ കവിതയിൽ. ഒരു മനുഷ്യൻ വളരുന്ന ചുറ്റുപാടിലാണ് ആ മനുഷ്യൻ മനുഷ്യനായി മാറുന്നത്. ഒരാൾ വളരുന്ന ചുറ്റുപാട്, നല്ല മനുഷ്യന്മാരുടെ കൂടെ ജീവിച്ചാൽ നല്ല വർത്തമാനം, ചീത്ത ആളുകളുടെ കൂടെ ജീവിച്ചാൽ ചീത്ത വർത്തമാനം. ഞാൻ ഇന്നലെ